ഈ ഹാഷറും ടീമും അവർ റീൽസൊക്കെ ചെയ്ത് ഒരുപാട് ക്യാമറ പേടി മാറിയ പിള്ളേരാണ്. പക്ഷെ അവർക്ക് സിനിമാ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവർ ത്രൂ ഔട്ട് റോളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവരെങ്ങനെയായിരുന്നു ക്യാമറയുടെ മുന്നിൽ? അവർക്കെല്ലാം പുതിയതായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഷൂട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ വാഴ 1-ൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പരിചയമുണ്ട്, അറിയാം, വലിയ കാര്യമായിട്ട് പരിചയമല്ല, അറിയാം, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവര് എടുത്ത് തുടങ്ങിയ അതേ ടൈം മുതലേ നമ്മളോട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ മാത്രമല്ല, എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവര് വർക്ക്ഷോപ്പിൽ ആണെങ്കിലും ഇപ്പം രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ ആളായിരുന്നു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത്. ആള് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആളോട് സംസാരിച്ചിരുന്നു. ഇങ്ങനെയായിരിക്കും അത് ചിലപ്പം അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നം. ഇപ്പം എല്ലാവരും ഇപ്പം നമ്മളും അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവർക്കുണ്ട് അവരുടേതായ വീക്ക്നെസ്, വീക്ക് പോയിന്റുകളും എല്ലാം ഉണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ അവരുടെ റീലുകൾ ഒരുപാട് ഞാൻ കാണുന്ന ഷൂട്ട് തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള ടൈമിൽ, എഴുത്തിന്റെ തുടക്കം ടൈമിലൊക്കെ ഞാൻ ആ ടൈമിലൊക്കെ ഒരുപാട് കാണുമായിരുന്നു. എന്താ ഞാൻ എങ്ങനെയാ എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ കുറച്ച് വാച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടത് എന്തൊക്കെയാണോ ഞാൻ പുള്ളിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം അവര് അങ്ങനെ അപ്പോൾ ഇവര് ഓൾറെഡി ഒരു 10-500 വീഡിയോക്ക് മേളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വെറൈറ്റി ആയിട്ടുള്ള പല രീതി അവർക്ക് എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരുമ്പം അതുപോലെ ആകരുത് എന്നുള്ള ആഗ്രഹം നമുക്കും ഉണ്ടായിരുന്നു, ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അവര് അത് 100% നമുക്ക് വേണ്ടി അവർ നിന്നിട്ടുണ്ട്. പിന്നെ അവർക്കും അത്രയും പാഷനായിട്ടാണ് അവർ ഇതിൻ്റെ അത് വന്നത്.